ഒരു ബാക്ക് പെയിൻ വന്നിട്ട് അത് ഒരു നോർമൽ മെഡിക്കേഷൻസിലും ഒരു കൺസർവേറ്റീവ് മോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റിലും, അതായത് നോർമൽ നമ്മൾ ഉപയോഗിക്കുന്ന മോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റിലൊന്നും സെറ്റിൽഡ് ആവാത്തൊരു പെയിൻ, ആ പെയിൻ ഒരു 3 ആഴ്ചയിൽ കൂടുതൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു 3 മാസത്തിൻ്റെ ഒരു ഗ്യാപ്പിൽ പലതവണ ഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസിൽ വരികയാണെങ്കിൽ ആ ക്യാൻസറിനെ നമ്മൾ ശ്രദ്ധിക്കണം, ഇതിന് ഫർദർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഇതോട് കൂടുതൽ ഈ ബാക്ക് പെയിനോടനുബന്ധിച്ച് കാലിലേക്ക് സിവിയറായിട്ട് റേഡിയേറ്റിംഗ് വരുന്ന പെയിന്, കാലിലേക്കുള്ള ബലക്കുറവ്, കൈകൾക്കുള്ള ബലക്കുറവ്, മരവിപ്പ്, തരിപ്പ്, പിന്നെ മൂത്രമൊഴിക്കാനുള്ള ബുദ്ധിമുട്ട്, വയറ്റിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനത്തെ അസോസിയേറ്റഡ് കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദറ്റ് സംതിങ് ഇസ്, എന്തോ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ നട്ടൽ സംബന്ധമായിട്ട്, ഇതിന് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണം. ഇതോടനുബന്ധിച്ച് തന്നെ നമ്മുടെ രോഗി പറയണം, എൻ്റെ വെയിറ്റ് ഭയങ്കരമായിട്ട് കുറയണു, എനിക്കൊരു കഴിഞ്ഞൊരു 3 മാസത്തിൽ ഒരു 12-15 കിലോളം കുറഞ്ഞു, തീരെ വിശപ്പില്ല, ഭക്ഷണത്തിനോടൊരു ഒരു അവേർഷൻ തോന്നുക, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അതും ഒരു ക്യാൻസറിൻ്റെ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു ക്യാൻസർ റിലേറ്റഡ് ഒരു സിംറ്റമായിട്ട് നമ്മൾ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യണം.